ഹായ്. അപ്പം വെറുതെ ഇരിക്കുന്ന ഞാനൊരു വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനെൻ്റെ വീട്ടിലാണുള്ളത്. ഇതാണ് എൻ്റെ വീട്. എനിക്കറിയില്ല ഒരു വ്ളോഗെല്ലാം എങ്ങനെ എടുക്കലെന്ന്. ക്യാമറ ഫിയറെല്ലാം നല്ലോണം ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം എന്നില്ലാന്ന് ഞാൻ വ്ളോഗിങ് തുടങ്ങിയത്. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ടു വ്ളോഗ്. എൻ്റെ വണ്ടി, ഇതാണ് എൻ്റെ വണ്ടി. ഫുൾ ചളി പിടിച്ച് കിടക്കുകയാണ് വീട്. ആരുമില്ല വീട്ടിൽ. അതാണ് ഇങ്ങനെ ഓപ്പണായിട്ട് വ്ളോഗ് എടുക്കുന്നത്. പിന്നെ ഇത് കാണും. ഇതാണ് എൻ്റെ ഗപ്പിക്കുളം. ഇതിൽ കുറേ ഗപ്പികളുണ്ട്. ഇതുകൊണ്ട് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ബ്ലാക്ക് ഉണ്ടല്ലോ, പെണ്ണിൻ്റെ വൈ കാണുക. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 3-4 ദിവസമായി. ഫുൾ ബ്ലാക്കിൻ്റെ കുട്ടികളാണ്. അപ്പം അതാണ്. പിന്നെന്താ, ഇവിടുത്തെ എൻ്റെ റൂം കാണിച്ചാൽ ഒരു ചെറിയ വീടാണ്. ഇതാണ് എൻ്റെ റൂം. ഫുൾ അലങ്കോലായി കിടക്കുകയാണ്. ഇവിടെയും ഉണ്ട് കുറച്ച്. ഇതിൽ 2-3 ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. ബാറ്റ്മാൻ. പിന്നെ ഇതെല്ലാം ഞാൻ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചതാണ് കേട്ടോ. ആർക്കെങ്കിലും ഇങ്ങനത്തെ പോസ്റ്ററിൻ്റെ പ്രിൻ്റ് വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ സെറ്റാക്കി തരാം. അപ്പം ഇതാണ് റൂമിൻ്റെ കാര്യങ്ങൾ. പിന്നെന്താ, എനിക്കറിയില്ല കേട്ടോ എങ്ങനെ വ്ളോഗ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ DJൻ്റെ ആക്ഷൻ 4 ആണ്. ഞാനിത് ട്രാവൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ട്രാവൽ വ്ളോഗിൻ്റെ ചാനലുണ്ട് ഏകദേശം. അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ ഒരു ചാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറയെല്ലാം മേടിച്ചത്. പക്ഷേ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായതുകൊണ്ട് ട്രാവലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ എന്നെക്കുറിച്ച് പറയാ വെച്ചാൽ, ഞാൻ ഇപ്പം വെൽഡിങ്ങിൻ്റെ പണിയാണ് എടുക്കുന്നത്. ഒരു കോപ്പറേറ്റീവ് ജോലി ഉണ്ടായി. അത് മടുത്ത് പണ്ടാരടങ്ങി ഞാൻ നിർത്തി വന്ന്. ഉണ്ടായ പൈസ കൊണ്ട് കുറച്ച് കാലം ഞാൻ ട്രാവൽ ചെയ്ത്. പക്ഷേ നടക്കുന്നില്ല. ഒരു കമ്മിറ്റ്മെൻറ്റ്സ് കുറേ ഉണ്ട്. ഫാമിലി നോക്കണം, പിന്നെന്താ ചിലവ് നോക്കണം. അപ്പം എല്ലാം കൂടി നടക്കുന്നില്ല. സോ വെൽഡിങ്ങിൻ്റെ പണി മുന്നേ പോയിക്കൊണ്ടുണ്ടായതാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വണ്ടി എടുത്ത് പറ്റുന്നത്ര ദൂരം പോകും. അപ്പം മാക്സിമം ട്രാവൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ ആ ഒരു വെൽഡിങ്ങിൻ്റെ വരുമാനം കൊണ്ട് മാത്രം എനിക്ക് ജീവിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങി. പക്ഷേ എനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് വ്ളോഗ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അത് ഞാൻ റെഡിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണിത്. ഇന്ന് വർക്കില്ലാത്തതുകൊണ്ട് വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ ഒക്കെ തോന്നി വീഡിയോ എടുത്ത് നോക്കാൻ തോന്നി. അങ്ങനെ എടുത്തതാണിത്. എനിക്ക് തന്നെ ഇത് ക്രിഞ്ചായിട്ട് തോന്നുന്നു. പക്ഷേ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടിട്ട് ഞാൻ എങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഈ വണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടെടുത്ത വണ്ടിയാണിത്. ആദ്യം എൻ്റെ ഒരു ഡിയോ ആണ് ഉണ്ടായത്. അപ്പം ഏകദേശം ഒരു +2 തുടങ്ങിയ ആഗ്രഹമാണ് ഒരു ഡ്യൂക്ക് എടുക്കണം, KTM ഒരു വണ്ടി എടുക്കണമെന്ന്. അങ്ങനെ ഒരു ഡിയോ എടുത്തു, സ്കൂട്ടി ഡിയോ എടുത്തു. ഡിയോ എടുത്തതിന് ശേഷം ഒരു FZ എടുത്തു, മറ്റേ ജെക്സർ എടുത്തു. പക്ഷെ അതൊന്നും എനിക്ക് ഓക്കെ ആന്ന്. പക്ഷേ നമ്മളൊരു സ്വപ്നം ഉണ്ടല്ലോ, ആ ഒരു സ്വപ്നത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കുറേ കഷ്ടപ്പെട്ട് അവസാനം KTMൻ്റെ ഡ്യൂക്ക് 200 എടുത്തു. ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് കുറേ കാലം വെയിറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു എടുത്തല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നേരൊരു സന്തോഷം ഉണ്ടായി. ഇപ്പം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി. ഏകദേശം 3 കൊല്ലമായി വണ്ടി എടുത്തിട്ട്. വണ്ടിക്കിപ്പം അത്യാവശ്യം പണികളെല്ലാം ഉണ്ട്. എന്നാലും ഞാൻ ഏകദേശം ഒരുപാട് സ്ഥലങ്ങൾ കണ്ടത് ഈ ഒരു വണ്ടിയിലാണ്. എനിക്ക് ബൈക്കിൽ ട്രാവൽ ചെയ്യാനാണ് ഒരുപാട് ഇഷ്ടം. അപ്പം അതാണ് വണ്ടിയുടെ കഥ. പിന്നെ പറഞ്ഞല്ലോ, എനിക്ക് യാത്രകൾ പോകാനാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം അതാണ്. പക്ഷേ പൈസ ഇല്ലാത്തത് കാരണം പലപ്പോഴും യാത്രകളൊന്നും നടക്കാറില്ല, പോകാൻ പറ്റാറില്ല.
പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. പക്ഷേ പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം പോകാൻ പറ്റുന്നത്ര പോവുക എന്നുള്ളൊരു മൈൻഡ് വെച്ച് ഞാൻ ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്നത്ര ദൂരം ഞാൻ പോകലുണ്ട്. ഒരു വേൾഡ് മൊത്തം കാണാമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല, പക്ഷേ മാക്സിമം പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി സഞ്ചരിക്കണം, പോയി സ്ഥലങ്ങൾ കാണണം, കാഴ്ചകൾ കാണണം, ആൾക്കാരെ കാണണം, ആൾക്കാരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇതെല്ലാം ആഗ്രഹങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ട്രാവൽ വ്ളോഗ് തുടങ്ങിയത്. ട്രാവൽ വ്ളോഗ് ചെയ്യാൻ അറിയുകയും ചെയ്യില്ല, പക്ഷേ ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ അതിൽ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ പറ്റാറില്ല. അപ്പോൾ അതാണ് കാര്യം. ഇപ്പം എൻ്റെ വീട് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ചെറുപത്തൂർ പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റുന്ന അത്ര മാക്സിമം സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇനിയും പോവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ ഈ ചാനലുണ്ടാവും, ചിലപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്ത ചാനലുണ്ടാവും. ഈ ഒരു ചാനലിൽ ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത്. ആ ഒരു ചാനലിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് മാക്സിമം ഞാൻ പരിചയമില്ല എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ചത്ത പോലെ കിടക്കുകയാണ്. അതിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, നമുക്കറിയാത്തവരായിരിക്കും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല, പക്ഷെ നമ്മളറിയുന്നവർ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ തുടങ്ങിയൊരു ചാനൽ കൂടിയാണ് ഇത്. ഇതിലൊരു ഇപ്പോൾ 109 സബ്സ്ക്രൈബറായിട്ടേ ആയിട്ടുള്ളൂ. ആ 109 ആൾക്കാർ എനിക്കറിയാത്ത ആൾക്കാരാണ്. ഞാനിങ്ങനെ ക്രിഞ്ചി വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം 140 വീഡിയോ എല്ലാം ആകുമ്പോൾ എന്നൊക്കെ 109 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരോടെല്ലാവരോടും സ്നേഹം മാത്രം. ഇനി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും. അപ്പം അതാണ് പറയാനില്ലേ, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ തുടങ്ങുക, പക്ഷേ ആർക്കും ഷെയർ ചെയ്യണ്ട, ലിങ്കൊന്നും ഒരു കാര്യമില്ല. അത് നമ്മളെ ദോഷമായിട്ട് ബാധിക്കുന്നല്ലാണ്ട് അതിനെക്കൊണ്ട് ഉപകാരമൊന്നും ഇല്ല. അതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ വെച്ച് പറഞ്ഞത്, തോന്നിയത്, അറിഞ്ഞ കാര്യം. പിന്നെ ഈ ചാനലിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ വന്നിട്ട് ഇടക്കിടക്ക് എന്തെങ്കിലും കുണ പറയും. പിന്നെ എന്തെങ്കിലും ന്യൂസോ എന്തെങ്കിലും റീലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ ഇതിൽ ഷെയർ ചെയ്യും. പിന്നെ എനിക്ക് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പുതിയതായാലും പഴയതായാലും ഞാൻ കണ്ട സിനിമകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ, ആ ഒരു സിനിമകൾ നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിലൂടെ റെക്കമെൻഡ് ചെയ്ത് തരും. അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയും. പിന്നെന്താ, പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഒരു വ്ളോഗ് രൂപത്തിൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇഷ്ടമുള്ളവർ, ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അത് എനിക്കൊരു ഭയങ്കര സപ്പോർട്ടായിരിക്കും. നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോയിലും ഒരു കമൻറ്റ് പോലും എനിക്ക് ഇതുവരെ കിട്ടിയില്ല. ഒരു കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നെഗ്ഗാണ്, പക്ഷേ പ്രശ്നമില്ല. നെഗ്ഗായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുക. കാണാം, വീണ്ടും കാണാം. ഹലോ പറഞ്ഞേ, യൂട്യൂബിലിടാം. തൊഴിലുറപ്പിന് പോയ മമ്മി വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? കൊളാവുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വ്ളോഗ് പോയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പിന്നെയും കാണാൻ പറ്റും.